മോഡേൺ സ്റ്റീം ടർബൈൻ. മോഡേൺ സ്റ്റീം ടർബൈൻ നമ്മൾ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് ദി എഫിഷ്യൻസി ഓഫ് സ്റ്റീം ടർബൈൻ ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ ദ വേരിയസ് മെത്തേഡ്സ് കോൾഡ് റീഹീറ്റിംഗ്, റീജനറേഷൻ ആൻഡ് ബ്ലീഡിംഗ്. ഈ മൂന്ന് മെത്തേഡിലൂടെ നമ്മൾ ഒരു മോഡേൺ സ്റ്റീം ടർബൈനിൽ നമ്മൾ എഫിഷ്യൻസി വർദ്ധിപ്പിക്കാനുള്ള മൂന്ന് രീതികളാണ് മുകളിൽ പറഞ്ഞിരിക്കുന്നത്. അത് ഫസ്റ്റ് വണ് റീഹീറ്റിംഗ് ഓഫ് സ്റ്റീം ടർബൈൻ. എന്താണ് റീഹീറ്റിംഗ് ഓഫ് സ്റ്റീം ടർബൈൻ പറയുന്നത്? റീഹീറ്റിംഗ് സ്റ്റീം ടർബൈൻ ഈസ് ദ മെത്തേഡ് യൂസ്ഡ് ടു ഇംപ്രൂവ് ദ എഫിഷ്യൻസി ഓഫ് സ്റ്റീം ടർബൈൻ. സ്റ്റീം ടർബൈനിൽ നമ്മൾ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് റീഹീറ്റിംഗ്. ഈ നോർമൽ കേസിൽ ഒരു സ്റ്റീം ടർബൈനിലേക്ക് നമ്മൾ സ്റ്റീം എത്തുകയും ആ സ്റ്റീമിൻ്റെ പ്രഷർ, ടെമ്പറേച്ചർ സ്റ്റീം ബ്ലേഡ് അല്ലെങ്കിൽ സ്റ്റീം ടർബൈൻ ബ്ലേഡിൻ്റെ മുകളിലേക്ക് ആ സ്റ്റീം എത്തുമ്പോൾ എക്സ്പാൻഡ് ചെയ്യുകയും അത് ഫലമായിട്ട് അവിടെ പ്രഷർ, ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്തിട്ടാണ് ആ സ്റ്റീം ആ സ്റ്റീം ടർബൈനിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. ഇങ്ങനെ പോകുന്ന സ്റ്റീം അതിൽ വെറ്റ് കണ്ടൻറ്റ് ഉണ്ടാവുകയും സ്റ്റീം ടർബൈൻ്റെ എഫിഷ്യൻസി ഡിക്രീസ് ചെയ്യുകയും റിഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ഈ പ്രശ്നം ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റീഹീറ്റിംഗ് ഓഫ് സ്റ്റീം ടർബൈൻ യൂസ് ചെയ്യുന്നത്. എങ്ങനെയെന്ന് വെച്ചാൽ ദ സ്റ്റീം ഈസ് റിമൂവ്ഡ് ഫ്രം ദ ടർബൈൻ വെൻ ബിക്കം വെറ്റ് ആൻഡ് ദെൻ റീഹീറ്റഡ് അറ്റ് ദ കോൺസ്റ്റൻറ്റ് പ്രഷർ by the flue gases until again the superheated state. The reheated steam is then returned to the next stage of turbine where it expands again and produce the more mechanical energy. അതായത് സ്റ്റീം ടർബൈനിലേക്ക് എത്തുന്ന സ്റ്റീമിനെ അതിൽ നിന്നും സ്റ്റീം ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുകയും അതിൽ നിന്ന് വരുന്ന ലോ പ്രഷർ ടെമ്പറേച്ചർ ആയിട്ടുള്ള സ്റ്റീമിനെ വീണ്ടും നമ്മൾ റീഹീറ്റ് ചെയ്ത്, അതായത് ബോയിലറിൽ നിന്നുള്ള ഹോട്ട് ഫ്ലൂ ഗ്യാസ് ഉപയോഗിച്ച് റീഹീറ്റ് ചെയ്യുകയും വീണ്ടും നമ്മൾ ഒരു ലോ പ്രഷർ ടർബൈനിലേക്ക് ഈ സ്റ്റീമിനെ കൊടുക്കുകയും അവിടെ മെക്കാനിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് ഒരു സ്റ്റീം ടർബൈൻ റീഹീറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു ലേഔട്ട് കാണിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കുക, ബോയിലറിൽ നിന്ന് നേരെ ഹൈ പ്രഷർ ടർബൈനിലേക്ക് നമ്മൾ സ്റ്റീമിനെ കടത്തി വിടുകയും അവിടെ നിന്നുണ്ടാകുന്ന സ്റ്റീം മാക്സിമം മെക്കാനിക്കൽ എനർജി ഉണ്ടാക്കിയ ശേഷം ഉള്ള ലോ പ്രഷർ, ലോ ടെമ്പറേച്ചർ സ്റ്റീം വീണ്ടും നമ്മൾ ബോയിലറിലെ ഹോട്ട് ഫ്ലൂ ഗ്യാസ് ഉപയോഗിച്ച് വീണ്ടും ഹീറ്റ് ചെയ്യുകയും അവിടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയും അതൊരു ലോ പ്രഷർ ടർബൈനിലേക്ക് കൊടുത്തുകൊണ്ട് വീണ്ടും മെക്കാനിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യും. ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് ടർബൈൻ അല്ലെങ്കിൽ പവർ പ്ലാന്റിൻ്റെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് റീഹീറ്റ് സൈക്കിൾ. ഇവിടെ ഈ ഗ്രാഫ് നോക്കുക, ഇത് റാങ്കൻ സൈക്കിൾ എന്ന് പറയാം. ഇതിൽ നമ്മൾ ഇവിടെ 2 to 3 അതാണ് നമ്മൾ സ്റ്റീം 2 to 3 ആണ് നമ്മൾ മാക്സിമം ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത സ്റ്റീം. 3 എന്ന് പറയുന്ന പോയിൻ്റ് ടർബൈൻ, 4 എന്ന് പറയുന്നത് 3 to 4 എന്ന് പറയുന്നത് ടർബൈൻ എക്സ്പാൻഡ് ചെയ്യുന്ന പ്രോസസ്സാണ്. 3 to 4 എന്ന് പറയുന്നത് ടർബൈനിൽ നിന്ന് ടെമ്പറേച്ചർ, പ്രഷർ കുറഞ്ഞിട്ട് വീണ്ടും അത് പുറത്തേക്ക് ആ സ്റ്റീം വെറ്റ് കണ്ടൻറ്റോട് വരികയും അതിനെ വീണ്ടും നമ്മൾ റീഹീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ സ്റ്റീമിനെ വീണ്ടും ബോയിലറിൽ നിന്നുള്ള ഹീറ്റ് ഉപയോഗിച്ച് റീഹീറ്റ് ചെയ്യുകയും അങ്ങനെ നമ്മൾ ടോട്ടൽ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യുന്നു. ഇത് നമ്മൾ പറയുന്ന പേരാണ് റീഹീറ്റിംഗ് ഓഫ് സ്റ്റീം ടർബൈൻ. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് റീജനറേഷൻ ഇൻ ദ തെർമൽ പവർ പ്ലാന്റ്. അടുത്തൊരു മെത്തേഡാണ് റീജനറേഷൻ. റീജനറേഷൻ എന്ന് പറയുന്നത് if the condensate from the condenser is pumped back to the circulate around the turbine casing in the direction opposite the steam flow the turbine and the steam is heated before entering to the boiler is known as regenerative heating. അതായത് നമ്മൾ ബോയിലറിലേക്ക് കൊടുക്കുന്ന വാട്ടറിനെ ടർബൈനിൽ നമ്മൾ റൊട്ടേഷൻ ശേഷമുള്ള ആ സ്റ്റീമിനെ അതിൽ കുറച്ച് അതായത് നമ്മുടെ സ്റ്റീം ടർബൈനിൽ നിന്ന് സ്റ്റീം, അതായത് ലീവ് ചെയ്യുന്ന സ്റ്റീമിന് ഒരു പാർട്ട് അല്ലെങ്കിൽ ഒരു ഭാഗം നമ്മളെടുത്ത് അവിടെ നമ്മളൊരു ഫീഡ് വാട്ടർ ഹീറ്റർ എക്സ്ചേഞ്ചറിലൂടെ പാസ് ചെയ്യുകയും ഈ ഫീഡ് വാട്ടർ ഹീറ്റ് എക്സ്ചേഞ്ചർ നമ്മൾ കണ്ടൻസർ വഴി ഫ്ലോ ചെയ്യുന്ന ബോയിലറിലേക്ക് ഫ്ലോ ചെയ്യുന്ന ഫീഡ് വാട്ടറിനെ ഹീറ്റ് ചെയ്യുന്നു.
ഇതിന് നമ്മൾ പറയുന്ന പേരാണ് റീജനറേഷൻ മെത്തേഡ്. ഓക്കെ, അതാണ് ഈ റീജനറേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് ബോയിലറിൽ നിന്നും സ്റ്റീമിനെ ഒരല്പം സ്റ്റീം എടുത്തുകൊണ്ട് ഫീഡ് വാട്ടർ ഹീറ്ററിൽ വെച്ചിട്ട് ആ ഹീറ്റ് നമ്മൾ കൊടുക്കുന്ന ഫീഡ് വാട്ടറിലേക്ക് ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുകയും ബോയിലറിലേക്ക് കൊടുക്കുന്ന വാട്ടറിനെ നേരത്തെ കുറച്ച് ഹീറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഈ റീജനറേഷൻ മെത്തേഡ് കൊണ്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ബ്ലീഡിംഗ് എന്ന് പറയുന്നത് ദ പ്രോസസ് ഓഫ് ഡ്രൈനിങ് steam from the steam turbine certain the point during the expansion using the steam heating the feed water then into the boiler. ഓക്കെ, അതായത് നമ്മൾ ടർബൈനിലേക്ക് കൊടുക്കുന്ന സ്റ്റീമിൽ നിന്നും അല്പം സ്റ്റീം എടുത്തുകൊണ്ട് ഫീഡ് വാട്ടറിനെ ഹീറ്റ് ചെയ്തുകൊണ്ട് ബോയിലറിലേക്ക് സപ്ലൈ ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ബ്ലീഡിംഗ്. ഓക്കെ, ഈ മൂന്ന് മെത്തേഡും ടർബൈൻ്റെ തെർമോഡൈനാമിക് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ബോയിലർ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യുന്നു.